പ്രിയമുള്ളവരെ, സിനി ടൂൾസ് ആപ്പ് അതല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യാം. ഒരു സിനിമയുടെ സെൻസർ സ്ക്രിപ്റ്റ് അടക്കം സെൻസർ സ്ക്രിപ്റ്റ്, ക്ലോസ്ഡ് ക്യാപ്ഷൻ, സബ് ടൈറ്റിൽ, ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ട്രാക്ക് മുതലായവ എങ്ങനെ ഉണ്ടാക്കാം എന്ന് അടിസ്ഥാനപരമായി പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യമായി ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ സിനി ടൂൾസ് .aavishkara.digital എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു ആപ്പായിട്ട് നിങ്ങൾ മൊബൈലിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സാധാരണ വിൻഡോസോ മാക്കിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് മാതിരി നിങ്ങൾക്ക് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ എല്ലാ എഡിറ്റിംഗ് സ്റ്റുഡിയോകൾ പോലെ നിങ്ങൾക്കൊരു ഫുൾ എഡിറ്റിംഗ് യൂണിറ്റായിട്ട് കാണാൻ സാധിക്കും. ഒരു വെബ് പേജ് അല്ല, ഒരു ആപ്പായിട്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഫുൾ സ്ക്രീനായിട്ടുള്ള ഇൻ്റർഫേസ് നിങ്ങൾക്കൊരു ആപ്പായിട്ട് നിങ്ങൾക്കത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഇത്. താഴെ നിങ്ങൾക്കറിയാം ഫിലിം മേക്കർ ലോഗിൻ കൊണ്ട് ക്രിയേറ്റ് അക്കൗണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഫിലിം മേക്കർ ലോഗിൻ ചെയ്യണം. ആദ്യം വരുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം. ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പ്രൊഫഷണൽ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയണമെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ഫ്രീ ഇൻറ്ററാക്റ്റീവ് ടൂളുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്ററാക്റ്റീവ് ടൂൾ കാണാൻ സാധിക്കും. അതായത് ആദ്യം നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞില്ല, രജിസ്റ്റർ ഫോർ അക്കൗണ്ട്, ഇതാണ് രജിസ്റ്റർ ചെയ്യേണ്ട ഫോർമാറ്റ്. ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് ഈ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരിക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായ വിവരങ്ങൾ കൊടുക്കണം. കാരണം ഈ വിവരങ്ങൾ നിങ്ങളുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കിതിൽ റൈറ്റർ മോഡിൽ വരും. റൈറ്റർ മോഡിൽ ഇതിപ്പോൾ ഒരു ഡിഫോൾട്ടായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചുള്ള വീഡിയോ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെമോ വീഡിയോയ്ക്ക് പകരം അവിടെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ ഡെമോ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ട്രാക്ക്, ക്ലോസ്ഡ് ക്യാപ്ഷൻ, സബ് ടൈറ്റിൽ മുതലായവ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് രണ്ട് ഏരിയയാണ്. ഒന്ന് വീഡിയോ ഡിസ്പ്ലേ, തൊട്ടപ്പുറത്ത് ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനും ഓഡിയോ ഡിസ്ക്രിപ്ഷനും എഴുതാനുള്ള രണ്ട് ബോക്സുകൾ. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് വീഡിയോ കണ്ടൻറ്റ് കണ്ട ശേഷം നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്കത് എഴുതി തുടങ്ങാം. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നാമത്തെ ഷോട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഷോട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഷോട്ട് അവിടെ പ്ലേ ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോണിലൂടെ എന്നാണ് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ഷോട്ട് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ആ ഒന്നാമത്തെ ഷോട്ട് എന്താണെന്ന് മനസ്സിലായി. അതെന്താണ്? റോഡിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ റോഡ് അടിച്ചു വരുന്നു. അപ്പോൾ അത് നമുക്ക് ആ ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട്, നമുക്ക് മൈക്കിൻ്റെ ബട്ടൺ അമർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ വെറുതെ സംസാരിച്ചാൽ മതി. ഒരു മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് റോഡിൻ്റെ ഒരു അരികിലൂടെ റോഡ് അടിച്ചു വൃത്തിയാക്കുന്ന സ്ത്രീ എന്നുള്ള ടെക്സ്റ്റ് അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് രണ്ടാമത്തേതിന് വീണ്ടും ഈ മൈക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സൗണ്ട് ഇഫക്ട്സും മ്യൂസിക്കുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ സംസാരിച്ചാൽ മതി. സൗണ്ട് ഇഫക്ട്സും മ്യൂസിക്കും സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റായിട്ട് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഷോട്ടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. ഈ ഷോട്ട് നിങ്ങൾക്കറിയാം, ഇത് ഓഡിയോ ഡിസ്ക്രിപ്ഷന് വേണ്ടി വരും. കാരണം ഇത് സംഭാഷണമുള്ള ഷോട്ടല്ല, ഒരു ദൃശ്യമാണ്, ഒരു സീനിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് നമുക്കിത് ഓഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അത് നമ്മളിവിടെ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ രണ്ടാമത്തെ ഷോട്ടിലേക്ക് എത്തി. രണ്ടാമത്തെ ഷോട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഷോട്ട് കാണാൻ സാധിക്കും. അവിടെ എന്താ പറയണമെന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ഷോട്ട് സ്റ്റോപ്പായി. അപ്പോൾ നമ്മളതിൻ്റെ ഇവിടെ വന്നു, വീണ്ടും മൈക്ക് ക്ലിക്ക് ചെയ്തു. അവിടെ നമ്മൾ പറയുന്നു മാവേലി മറുപടി പറയുന്നു. അത് മൈക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ മതി, മാവേലി മറുപടി പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് അവിടെ ഓട്ടോമാറ്റിക്കലി ടെക്സ്റ്റായി കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അവിടുത്തെ ഡയലോഗ് എന്താണെന്ന് അറിയണം. അപ്പോൾ ഡയലോഗ് നമ്മുടെ അതിൽ ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്കത് പറയാം. ഇല്ലെങ്കിൽ നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ നമുക്കത് ആ ഡയലോഗ് ജസ്റ്റ് മൈക്ക് പ്രസ് ചെയ്തുകൊണ്ട് പറയാം. മൈക്ക് പ്രസ് ചെയ്തു, നമ്മൾ പറയുന്നു ആ ഡയലോഗ് എന്താണെന്ന്. അവിടെ നമ്മൾ പറയുമ്പോൾ അത് അവിടെ ടെക്സ്റ്റായി അത് അടിച്ചു വരും. അതിശയകരമായിരിക്കുന്നു മന്ത്രി, കേരളത്തിലെ റോഡുകളെല്ലാം ഇതുപോലെ നിത്യവും അടിച്ചു വൃത്തിയാക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ടെക്സ്റ്റ് വന്നു. അപ്പോൾ അതിനകത്ത് ഇനി ഫുൾ സ്റ്റോപ്പ് ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റും.
ഇനി എന്തെങ്കിലും ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അടിച്ചതിലുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്തു. അടുത്ത ഷോട്ടിലേക്ക് പോയി. ഇനി മൂന്നാമത്തെ ഷോട്ട് എന്താണ്? ആദ്യം നമ്മൾ പ്ലേ ചെയ്ത് കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി മന്ത്രി മറുപടി പറയുകയാണ്. ഉടനടി മൈക്ക് പ്രസ് ചെയ്തു. നമ്മൾ പറയുന്നു മൈക്കിലൂടെ, മന്ത്രി മറുപടി പറയുന്നു എന്ന് നമ്മൾ പറയുന്നു. ഓട്ടോമാറ്റിക്കലി ആ ടെക്സ്റ്റ് അവിടെ വന്നു. മന്ത്രി മാവേലിക്ക് മറുപടി പറയുന്നു. ഇനി എന്താണ് മറുപടി പറഞ്ഞത്? ആ ഡയലോഗ് അറിയണം. നമുക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ പോലെ നമുക്ക് മൈക്ക് പ്രസ് ചെയ്ത് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് നിങ്ങളുടെ ആ സംഭാഷണം എന്താണെന്ന് അത് അനലൈസ് ചെയ്യും. അത് കുറച്ച് കൂടുതൽ പ്ലേ ചെയ്യും, മുമ്പിലോട്ടും കുറച്ച് പിന്നിലോട്ടും കൂടുതൽ പ്ലേ ചെയ്യും. ആ സംഭാഷണം അനലൈസ് ചെയ്ത് അത് ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യും. സ്വാഭാവികമായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. കാരണം ഇത് അനലൈസ് ചെയ്ത് അത് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ അനലൈസ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താഴെയുള്ള ട്രാൻസ്ക്രിപ്റ്റ് ബഫറിൽ ഇത് വരും. ടെക്സ്റ്റ് ഇതുപോലെ വന്നു കഴിഞ്ഞു. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. എന്നിട്ട് ആ ഷോട്ടിന് ആവശ്യമുള്ള പോർഷൻ മാത്രം അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ വളരെ ആശ്ചര്യമായിരിക്കുന്നില്ല മന്ത്രി എന്നുള്ളതാണ്. ഇവിടെ വേണ്ടി വരുന്നത് പട്ടണത്തിലെ റോഡുകൾ ഇതുപോലെ വൃത്തിയാക്കാറുണ്ടോ? അതാണ് ഇവിടെ വേണ്ടി വരുന്നത്. അത് നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു. നമ്മൾ അവിടുത്തെ മുകളിലത്തെ കോളത്തിൽ നമ്മളത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡയലോഗ് ഏതാ വേണ്ടത് വെച്ചാൽ നമുക്കിതുപോലെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത ഷോട്ട് നമുക്ക് പ്ലേ ചെയ്യാം. ഇത് ഓക്കെ ആണോ? അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ച ഡയലോഗല്ല അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വോയിസ് ടു ടെക്സ്റ്റ് ട്രാൻസ്ലേഷൻ പക്കയായിരുന്നില്ല. അപ്പോൾ നമുക്കത് തിരുത്തേണ്ടി വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും വായോണ്ട് സംസാരിക്കുന്നു. എന്താണെന്ന് നമ്മൾ ഡയറക്റ്റ് മൈക്കിൽ നമ്മൾ സംസാരിച്ചു കൊടുക്കുന്നു. എല്ലാ റോഡുകളും ഇല്ല, എന്നാലും പട്ടണത്തിലെ മിക്കവാറും എല്ലാ റോഡും വൃത്തിയാണ് സൂക്ഷിക്കുന്നത്. അത് ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ അത് ഉപയോഗമില്ലാത്തതാണ്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുത്തു. അടുത്ത ഷോട്ടിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്ത ഷോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മളിതുപോലെ പ്ലേ ചെയ്ത് കാണുന്നു. എന്താണ് അടുത്ത ഷോട്ട് നമുക്ക് പ്ലേ ചെയ്ത് കാണാം. ഡയലോഗ് നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താണ് മാവേലി മറുപടി പറയുന്നു. നമ്മളവിടെ ക്ലിക്ക് ചെയ്തു. നമ്മളത് മൈക്ക് പ്രസ് ചെയ്യുന്നു, സംസാരിക്കുന്നു. മാവേലി തമ്പുരാൻ മറുപടി പറയുന്നു. ഓക്കെ. ഇനി എന്താണ് പറഞ്ഞത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ ആ ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പോൾ വലിയ ഡയലോഗാണ്, നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഇങ്ങനെ വരെയും നമുക്ക് അനലൈസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് അനാലിസിസ് ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സെർച്ച് ചെയ്ത് ക്യൂ ചെയ്ത് നമുക്ക് തരും എന്താണ് കണ്ടന്റ് എന്ന്. അതായത് നല്ല ക്ലിയറായ വോയിസ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ വരും. വോയിസ് വീക്കാണെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലാണെങ്കിലാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത്. പക്ഷെ പക്ക നല്ല വോയിസിലാണ് സംസാരിക്കുന്നതെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും നമുക്ക്. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇപ്പോൾ താഴെ വരും. ട്രാൻസ്ക്രിപ്റ്റ് ബഫറിൽ ഇപ്പോൾ നമ്മൾ കേട്ട സംഭവം ഇപ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരും. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഗംഭീരൻ തന്നെ മന്ത്രി. അത് കൃത്യമായി വന്നു കഴിഞ്ഞു. വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അതായത് ഗംഭീരൻ തന്നെ മന്ത്രി. നമ്മുടെ കാലത്ത് പോലും ഇതുപോലെ മനോഹരമായ റോഡുകൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ റോഡുകൾ കണ്ടാൽ സാൻ ഫ്രാൻസിസ്കോയിലും ചിക്കാഗോയിലും പോലെ അതിമനോഹരമാണ്. അത് അതേപടി വന്നു. ഒരു തിരുത്തലും വേണ്ടി വരുന്നില്ല. അവിടെ ഇവിടെ 1, 2 കുത്തുകൾ കുറവുണ്ട്. അത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അത് മാറ്റിയിട്ടു. അപ്പോൾ ഇനി ആ ഷോട്ട് കഴിഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ പഴയ ഷോട്ടിൻ്റെ ഡയലോഗ് വന്ന് കിടപ്പുണ്ട്. എല്ലാ റോഡുകളും ഇല്ല, എന്നാലും പട്ടണത്തിലെ മിക്കവാറും റോഡുകളെല്ലാം അതൊക്കെ ആ സാധനം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തിട്ട് ഈ ഷോട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ഷോട്ടിലേക്ക് പോകാം. അവിടെ നമ്മൾ എഴുതിയതിനകത്ത് കുറച്ച് തെറ്റുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് മാറ്റി പുതിയ ടെക്സ്റ്റ് കിട്ടിയപ്പോൾ ആ ടെക്സ്റ്റ് വെച്ച് നമുക്ക് സേവ് ചെയ്ത് വീണ്ടും സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനിയൊരു ഡയലോഗ് ബാക്കിയുണ്ട്. പാതാളത്തിൽ പോയാൽ പിന്നെ ചിക്കാഗോയിലേക്കും സാൻ ഫ്രാൻസിസ്കോയിലേക്കും പോകാറുണ്ടോ? അതുപോലെ
ഇല്ല, നാം യൂട്യൂബിൽ കണ്ടതാണ്. പാതാളത്തെ സമയങ്ങളെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത 2 ഡയലോഗ് കൂടി ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ധൈര്യമായിട്ട് സേവ് നെക്സ്റ്റ് അടിക്കുക. സേവ് നെക്സ്റ്റ് അടിച്ച് അടുത്ത ഷോട്ടിൽ മന്ത്രി മറുപടി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ മന്ത്രി മറുപടി പറയുന്നു എന്ന് നമ്മൾ സംസാരിക്കുന്നു. അത് വേണമെങ്കിൽ നമുക്ക് കണ്ടോക്കാം. ഒന്ന് ആ ഡയലോഗ് കേട്ടു. അപ്പോൾ മന്ത്രി സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ മൈക്ക് പ്രസ് ചെയ്തിട്ട് മന്ത്രി സംസാരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഓൾറെഡി നമ്മുടെ ഡയലോഗ് കേട്ട് കഴിഞ്ഞു. നമ്മൾ ആ ഡയലോഗ് പേസ്റ്റ് ചെയ്തു. പാതാളത്തിൽ പോയാൽ പിന്നെ ചിക്കാഗോയിലും സാൻ ഫ്രാൻസിസ്കോയിലും പോകാറുണ്ടോ? അപ്പോൾ അത് നമ്മൾ ഡയലോഗ് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അങ്ങ് എന്നുള്ളതില്ല. അപ്പോൾ ഓ തിരുമേനി എന്നുള്ള ആ സാധനം. അപ്പോൾ അത് നമ്മൾ മാനുവലായിട്ട് തിരുമേനി ഇവിടെ നിന്ന് അത് ആ മൈക്ക് പ്രസ് ചെയ്ത് പറഞ്ഞാൽ മതി. നമ്മൾ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ തിരുമേനി ഇവിടെ നിന്ന് എന്ന് നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഡിൽ വന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്തു. തിരുമേനി ഇവിടെ നിന്ന് പാതാളത്തിലേക്ക് പോയാൽ പിന്നെ ചിക്കാഗോയിലേക്കും സാൻ ഫ്രാൻസിസ്കോയ്ക്കും പോകാറുണ്ടോ? ആ ഡയലോഗ് പേസ്റ്റ് ചെയ്തു. എപ്പോഴും ശ്രദ്ധിക്കണം, പക്കയായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മിസ്റ്റേക്കുകളായിട്ട് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാ താളം തെറ്റിപ്പോകും. കാരണം ഇതാണ് അതിൻ്റെ ബേസ്. ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിലേക്ക് കിടക്കുന്നു. അടുത്ത ഷോട്ട് നമുക്ക് ഇതുപോലെ പ്ലേ ചെയ്ത് നോക്കാം. ഇത് ഓം നോം യൂട്യൂബ് അത് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് ഈ ഡയലോഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനടി ആ ഡയലോഗ് എടുത്തു. യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. പാതാളത്തിന് സമയം കളയാൻ വേറെ വഴികളൊന്നുമില്ല. അത് നമ്മൾ പേസ്റ്റ് ചെയ്തു. ആ ഓൾറെഡി കിട്ടിയ കണ്ടൻറ്റാണ് നമുക്കെടുത്ത് അപ്പോൾ തന്നെ പേസ്റ്റ് ചെയ്യാം. നോം എന്നുള്ളതില്ല. അപ്പോൾ നോം നമ്മൾ മാത്രം നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നോം എന്ന് ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും കറക്റ്റായി വരണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നോം എന്നിട്ട് നമുക്ക് ബാക്കി കണ്ടൻറ്റ് പേസ്റ്റ് ചെയ്തു. ഇനി അതാരാണ്? മാവേലി പറയുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ പോയിട്ട് മൈക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ പറയണം മാവേലി മറുപടി പറയുന്നു, അല്ലെങ്കിൽ മാവേലി പറയുന്നു, എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പറയുന്നു. മാവേലി മറുപടി പറയുന്നു പറഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്തു. അല്ലെങ്കിൽ സേവ് നെക്സ്റ്റ് എന്താണ് സേവ്, അല്ലെങ്കിൽ സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അടുത്ത ഷോട്ട് പ്ലേ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കാണാം. അടുത്ത ഷോട്ട് പ്ലേ ചെയ്തു. അതാണ് ഡയലോഗ്. അപ്പോൾ അപ്പോൾ മന്ത്രി മറുപടി പറയുന്നു. അത് ക്ലിക്ക് ചെയ്തു. നമ്മളത് പറയുന്നു. മന്ത്രി മറുപടി പറയുന്നു എന്ന് നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മൾ താഴത്തേൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും മൈക്ക് ക്ലിക്ക് ചെയ്യാം. ആ മൈക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. ദേ ആരോ വരുന്നു. ആ ഡയലോഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡയലോഗ് അവിടെ വരും. അല്ല, ഞാൻ ഒരു സാമ്പിളിന് വേണ്ടി ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു മാത്രം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അപ്പോൾ ആ ഡയലോഗ് തെറ്റി വരും. അപ്പോൾ അങ്ങനെ വന്നാൽ നമുക്ക് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. 3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മൈക്കിനോട് പറയാം, അല്ല കമ്പ്യൂട്ടറിനോട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാം. ഓഡിയോ ഈ നമുക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുത്താൽ സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവായി. ഇനി നമ്മളിപ്പോൾ ഇപ്പം ഈ എനിക്ക് തോന്നുന്നു ഡെമോ വീഡിയോയുടെ എൻഡിലെത്തി. അപ്പോൾ ഇനി സേവിങ് ഇത് നിന്നു. ഇനി അടുത്ത വീഡിയോ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിനി ഇതിനകത്ത് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആഡ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. ഓഡിയോ ഡിസ്ക്രിപ്ഷൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. അതുപോലെ ക്ലോസ് ക്യാപ്ഷൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഓഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഷോട്ട് മാത്രമേ ഉള്ളൂ സംഭാഷണങ്ങളില്ലാത്ത. അതായത് ആ റോഡിൻ്റെ ഒരു അരികിൽ നിന്നുകൊണ്ട് അടിച്ചു വരുന്ന ഒറ്റ ഷോട്ട് മാത്രമേ നമുക്ക് സംഭാഷണങ്ങളില്ലാത്തുള്ളൂ. അത് ഓൾറെഡി അവിടെ വന്ന് കിടന്നു. ഇനി ഇതുപോലെ നിങ്ങളുടെ എത്ര ഷോട്ടുകളുണ്ടോ അതെല്ലാം ഇതിന് പുറകെ താഴെ 1 by 1 ആയിട്ട് വന്ന് കിടക്കും. അതുപോലെ അത് നമുക്ക് പ്രൊഫഷണൽ പാക്കേജാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്കത് അതിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ MP3 ആയിട്ട് നിങ്ങൾക്ക് AI ഓഡിയോ മതിയെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് MP3 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നർത്ഥം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വോയിസ് ആക്കി എടുക്കാം. അതല്ലെങ്കിൽ AI വോയിസ് മതി, അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞ് വീണ്ടും പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത പേജ് തോന്നുന്നു. ഇനി നമുക്കിപ്പോൾ നമ്മൾക്ക് ഇനി ഉള്ളത് എന്താണ്? ക്ലോസ് ക്യാപ്ഷൻസ് ആണ്. ആ ക്ലോസ് ക്യാപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വന്നു ക്ലോസ് ക്യാപ്ഷൻ. എന്താണ്? സംഗീതവും സൗണ്ട് ഇഫക്റ്റുകളും. ഫസ്റ്റ് ഷോട്ടിൻ്റെ ഓഡിയോ ഡിസ്ക്രിപ്ഷൻ അതായിരുന്നു. സംഗീതവും സൗണ്ട് ഇഫക്ട്സുകളും. അത് ഓരോരുത്തരും ഓരോ ഭാഷയിലാണ് പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു മാത്രം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷോട്ട് വന്നു. ആദ്യം മുകളിൽ കാണാം, അതിശയകരമായിരിക്കുന്നു മന്ത്രി, കേരളത്തിലെ റോഡുകളെല്ലാം ഇതുപോലെ നിത്യം അടിച്ചു വൃത്തിയാക്കാറുണ്ടോ? അത് ഫുൾ ഡയലോഗ് മുകളിൽ കാണിച്ചു. അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി സബ്ടൈറ്റിലിൻ്റെ നീളം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലെ നീളം അനുസരിച്ച് അതിനെ 2 ആക്കി തിരിച്ചു കഴിഞ്ഞു. അത് ഓക്കെ ആണെങ്കിൽ നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും വീണ്ടും വന്നു കഴിഞ്ഞു. ഫസ്റ്റിൽ നമ്മുടെ ഫുൾ ഡയലോഗ് കാണാൻ പറ്റും. താഴെ നിങ്ങൾക്ക് 2 സ്റ്റേജാക്കി അല്ലെങ്കിൽ 3 ഷോട്ടാക്കിയാൽ തിരിക്കും.
42 ക്യാരക്ടേഴ്സ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ അത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആണ് അത് ബ്രേക്ക് ചെയ്ത് തരിക. അപ്പോൾ സബ്ടൈറ്റിൽ നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം, വരുത്താം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് നെക്സ്റ്റ് കൊടുത്തപ്പോൾ എന്താണ് അത് 3 സബ്ടൈറ്റിലാക്കി തിരിച്ചു. കാരണം എന്താണ്, ഗംഭീരൻ തന്നെ മന്ത്രി. നമ്മുടെ കാലത്ത് പോലും ഇതുപോലെ മനോഹരമായ റോഡുകൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ റോഡുകൾ കണ്ടാൽ സാൻ ഫ്രാൻസിസ്കോയിലെയും ചിക്കാഗോയിലെയും പോലെ അതിമനോഹരമാണ്. അത് ഭയങ്കര ലെങ്ത് ഡയലോഗ് ആയതുകൊണ്ട് അതിനെ 3 സബ്ടൈറ്റിലാക്കി മുറിക്കേണ്ടി വന്നു. അപ്പോൾ അത് 3 ആക്കി തരംതിരിച്ചു വെച്ചു. 3 സബ്ടൈറ്റിലാക്കി തിരിച്ചു. കാരണം ഇതിന് വേണ്ടി 4 ആക്കി തിരിച്ചൂടെ എന്ന് ചോദിക്കും. 4 ആക്കുമ്പോൾ അതിനുള്ള സമയം കിട്ടൂല. ആ ഷോട്ടിന്റെ ഡ്യൂറേഷൻ നോക്കിയിട്ടാണ് എത്ര എണ്ണമാക്കി തിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ 3 ആക്കി തിരിച്ചു തന്നു. അടുത്ത ഷോട്ട് അഗെയിൻ നമ്മൾ വായിച്ച് 2 ആക്കി തിരിച്ചു തന്നു. അത് ലെങ്ത് അനുസരിച്ച് വീണ്ടും 2 ആക്കി നമുക്ക് തിരിച്ച് കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ഓക്കെ ആണെങ്കിൽ നമ്മൾ സേവ് നെക്സ്റ്റ് കൊടുക്കാം. അല്ല എഡിറ്റ് ചെയ്യാം. സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മാവേലിയുടെ മറുപടി എന്തായിരുന്നു? യൂട്യൂബിൽ കണ്ടതാണ്. പാതാളത്തിൽ സമയം കളയാൻ വേറെ വഴികൾ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് തോന്നി അത് ഒന്ന് മാറ്റം വരുത്താം. അപ്പോൾ കളയാൻ വേറെ വഴികൾ അത് അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അതുകൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് താഴേക്കാക്കാം. കാരണം താഴത്ത് ഒന്നുമില്ല, ചെറിയൊരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അതും ഈക്വലി ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. സമയം കളയാൻ വേറെ വഴികളൊന്നുമില്ലല്ലോ. അപ്പോൾ രണ്ടും ഈക്വൽ ഒരുവിധം ലെങ്ത്തുള്ള സബ്ടൈറ്റിലുകളാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് അവിടെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് നെക്സ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അത് ആരോ വരുന്നുണ്ട്. അത് ചെറിയ ഡയലോഗാണ്. അപ്പോൾ അത് ഒറ്റ സബ്ടൈറ്റിലാക്കി നിർത്തി. അത് കഴിഞ്ഞ് സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ റിവ്യൂ കഴിഞ്ഞു എന്നുള്ളൊരു മെസ്സേജ് വരും. ഇവിടെ നിന്ന് നമുക്ക് ഒന്നിനെ എക്സ്പോർട്ട് ചെയ്യാം, ഡയറക്റ്റായിട്ട് SRT ആയിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് ചെയ്ത് വെക്കാം. കുഴപ്പമില്ല, നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പ്രൊജക്റ്റ് പേജിൽ പോവുക. മൈ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ലാൻഡിംഗ് പേജ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഏത് അതിലേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. കാരണം ഇവിടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫസ്റ്റ് ഫയൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ലാൻഡിംഗ് പേജ്. ഇനി നമുക്ക് സബ്ടൈറ്റിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സബ്ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. സബ്ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളടിച്ചപ്പോൾ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആദ്യം ഇതിൽ കൊടുത്ത ടെക്സ്റ്റ് എല്ലാം ഇതുപോലെ കൺവേർട്ട് ചെയ്യും. ഓട്ടോമാറ്റിക്കലി സബ്ടൈറ്റിലായി കൺവേർട്ട് ചെയ്ത ശേഷം മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. അത് സമയമെടുക്കും. പതുക്കെ പതുക്കെയാണ് ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും. കാരണം ഒരു ഫിലിം ഇത് 7 ഷോട്ടിന് ഇത്രയും സമയമെടുത്തു. ഒരു ഫിലിമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 20 30 മിനിറ്റ് എടുത്തേക്കാം. അപ്പോൾ അത് കാരണം അത് ഓരോ ടെക്സ്റ്റും ട്രാൻസ്ലേറ്റ് ചെയ്ത് വരണം. സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സമയമെടുക്കും. അപ്പോൾ അത് കഴിഞ്ഞു. ആദ്യത്തെ ഷോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് മ്യൂസിക് ആൻഡ് ഇഫക്ട്സ് വന്നു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഡയലോഗ് എന്താണ്? മന്ത്രി കേരളത്തിലെ റോഡുകളെല്ലാം നിത്യവും അടിച്ച് വൃത്തിയാക്കാറുണ്ടെന്നുള്ളതിനെ ട്രാൻസ്ലേറ്റിംഗ് ദിസ് ഈസ് വണ്ടർഫുൾ മിനിസ്റ്റർ. ഓൾ റോഡ്സ് ഇൻ കേരള ആർ സ്വെപ്റ്റ് ആൻഡ് ക്ലീൻ ഡെയിലി ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതുപോലെ വൃത്തിയാക്കാറുണ്ടെന്നുള്ളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുവിധമല്ല, മനോഹരമായ ട്രാൻസ്ലേഷൻ ആയിപ്പോയി. ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രി പറഞ്ഞു എല്ലാ റോഡുകളും ഇല്ല, പക്ഷേ പട്ടണത്തിലെ എല്ലാ റോഡുകളും നന്നാക്കാറുണ്ട്. അതിനാണ് നോട്ട് ഓൾ റോഡ് ബട്ട് മോസ്റ്റ് റോഡ്സ് ഇൻ ടൗൺ ആർ കെപ്റ്റ് ക്ലീൻ. അപ്പോൾ ആ ഡയലോഗും പക്കയായി കിട്ടി. പിന്നത്തെ ഡയലോഗ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ലെങ്ത് ഡയലോഗാണ്. അപ്പോൾ അതിനെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം 3 ആക്കി മുറിച്ച് തന്നു കഴിഞ്ഞു. ദിസ് ഈസ് മാഗ്നിഫിഷ്യന്റ് മിനിസ്റ്റർ. ഈവൻ ഇൻ അവർ ടൈം ദർ വർ നോ റോഡ്സ് ദിസ് ബ്യൂട്ടിഫുൾ. ദ കറന്റ് റോഡ്സ് ഇൻ കേരള ആർ ബ്യൂട്ടിഫുൾ ആസ് ദോസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ ആൻഡ് ചിക്കാഗോ. അതുപോലും സാൻ ഫ്രാൻസിസ്കോക്കൊക്കെ പോലും കൃത്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ഡയലോഗിലേക്ക് പോയി. അപ്പോൾ നമ്മളത് വായിച്ചു നോക്കുക. അതുപോലെ വായിച്ചു നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. അല്ല ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. കാരണം മുകളിൽ ഫുൾ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കി അത് താഴെ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് തരുന്നുണ്ട്. സബ്ടൈറ്റിൽസിൻ്റെ സേഫ് ലെങ്ത്തിലേക്ക് കറക്റ്റ് ആക്കിക്കൊണ്ട് അത് 2 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് തന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കറക്ഷൻ ചെയ്യുക, അല്ലെങ്കിൽ സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം യൂട്യൂബിൽ കണ്ടതാണ്. സമയം കളയാൻ പാതാളത്തിൽ വേറെ വഴിയൊന്നുമില്ലോ എന്നുള്ള അതിൻ്റെ ട്രാൻസ്ലേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായ ട്രാൻസ്ലേഷനാണ്. നോ ഐ സോ ഇറ്റ് ഓൺ യൂട്യൂബ്. ദർ ആർ നോ അതർ വേസ് ടു പാസ് ടൈം ഇൻ പാതാള യു സി. അപ്പോൾ ആ യൂസി ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേഷനിൽ കിട്ടുന്ന ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സാങ്കേതിക ആണ്. ഹൈലി എക്സ്പെൻസീവ് ആണ്. നമുക്ക് കാണുമ്പോൾ രസമായി തോന്നുന്നെങ്കിലും ഇത് ഭയങ്കര എക്സ്പെൻസീവായ ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്നെ ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച ട്രാൻസ്ലേഷൻ സൗകര്യമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ചില സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ നമ്മളത് മാനുവലി കറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ബഹുഭൂരിപക്ഷവും നമുക്കറിയാൻ സാധിക്കും. അത് പക്കയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. അതിൻ്റെ ഗ്രാമാറ്റിക്കലി മാത്രമല്ല, അതൊരു
ക്രിയേറ്റീവായിട്ടുള്ള കറക്ഷൻ കൂടി ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ സബ് ടൈറ്റിൽ മുഴുവൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി നമുക്കിതൊന്ന് നേരെ എക്സ്പോർട്ട് ചെയ്താൽ മതി. SRT ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഡയറക്റ്റ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ തോന്നുകയാണോ എനിക്കൊരു ഷോട്ട് ഒന്ന് എഡിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിലോ, ആ ഷോട്ട് നമ്പർ എഴുതിയിട്ട് നമ്മളിപ്പോൾ SRT എക്സ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നോക്കുമ്പോൾ ഒരു തെറ്റുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ഷോട്ട് നമ്പർ അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഷോട്ട് വീണ്ടും നമുക്കിവിടെ വരാൻ സാധിക്കും. അപ്പോൾ ആ ഷോട്ട് വീണ്ടും കാണാം. എന്താ കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാം. അത് SRT എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് വേണമെങ്കിൽ അപ്പോഴും ചെയ്യാവുന്നതാണെന്ന് അർത്ഥം. അത് കഴിഞ്ഞാൽ നമുക്ക് ആ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സ്പോർട്ട് ചെയ്ത് SRT എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് SRT നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വന്ന് കിടക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ സിനി ടൂൾ ആപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് നമുക്ക് പൂർണ്ണമായും 4 സ്റ്റേജുകൾ സെൻസസ് സ്ക്രിപ്റ്റ്, സബ് ടൈറ്റിൽ, ക്ലോസ്ഡ് ക്യാപ്ഷൻ, അത് ഒരു ഓഡിയോ ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ 4 സ്റ്റേജുകൾ നമുക്ക് ഒറ്റ സ്റ്റേജിൻ്റെ പണി കൊണ്ട് 4 സ്റ്റേജുകൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ചെയ്തു തരും. നമുക്ക് സമയ ലാഭമുണ്ട്, സാമ്പത്തിക ലാഭമുണ്ട്, അതുപോലെ തന്നെ പെട്ടെന്ന് പണി തീർത്തു കൊടുക്കാൻ കഴിയും. അധ്വാനം വളരെ കുറവാണ്. ഒരക്ഷരം പോലും നമ്മൾ കൈകൊണ്ട് എഴുതേണ്ട കാര്യമില്ല. എല്ലാം സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിനോട് സംസാരിച്ചാൽ മതി, എഴുതണ്ട, ടൈപ്പ് ചെയ്യണ്ട. അപ്പോൾ വളരെ വളരെ അഡ്വാൻസ്ഡായ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. അത് നമുക്ക് വെബ്സൈറ്റിൽ പോകേണ്ട കാര്യം, നിങ്ങൾക്ക് ആപ്പായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഒരു ആപ്പായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസിലോ മാക്കിലോ സൂക്ഷിക്കാം. അപ്പോൾ സാധാരണ ആപ്പ് ഓൺ ചെയ്ത ഒരു എഡിറ്റിംഗ് സ്യൂട്ട് ഓപ്പൺ ചെയ്ത മാതിരി ഫുൾ സ്ക്രീനിൽ നമുക്കിത് കാണാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഇതാണ് സിനി ടൂൾസിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.